നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രാവുകളെ കാണാത്തവരായി ആരുമുണ്ടാവില്ല. കൊളംബ ലിവിയ എന്നാണ് ഇവയുടെ ശാസ്ത്രനാമം. പറക്കാൻ കഴിയുന്ന പക്ഷികളാണ് പ്രാവുകളെന്ന് നമുക്കറിയാം. ലോകമെമ്പാടും കണ്ടുവരുന്ന ഇവ കൊളുമ്പിഡേ കുടുംബത്തിൽ ഉൾപ്പെടുന്നു. തടിച്ച ശരീരവും നീളം കുറഞ്ഞ കഴുത്തും മെലിഞ്ഞ കാലുകളുമാണ് ഇവയുടെ പ്രത്യേകത. ലോകമെമ്പാടും പ്രാവുകൾ ഉണ്ടെങ്കിലും പ്രത്യേകിച്ച് ഇന്തോ മലയ ഓസ്ട്രലേഷ്യൻ ഭൗതിക പ്രതിഭാസങ്ങളിൽ ഇവ കൂടുതലായി കാണപ്പെടുന്നു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് സന്ദേശങ്ങൾ കൈമാറാൻ പ്രാവുകൾ ഉപയോഗിച്ചിരുന്നു. മികച്ച ഓർമ്മശക്തിയും വേഗതയും ഇവയുടെ പ്രത്യേകതയാണ്. ഭൂമിയുടെ കാന്തിക ക്ഷേത്രം തിരിച്ചറിയാനും സൂര്യനെ ഉപയോഗിക്കാനും കഴിവുള്ളതുകൊണ്ട് ദിശാബോധം ഉപയോഗിച്ച് നാവിഗേറ്റ് ചെയ്യാൻ പ്രാവുകൾക്ക് സാധിക്കും. പ്രാവുകൾ വീട്ടിൽ വന്ന് കൂടുകൂട്ടിയാൽ അത് ദോഷമാണെന്ന് പറയുന്നവരും നല്ലതാണെന്ന് പറയുന്നവരും നമുക്ക് സമൂഹത്തിലുണ്ട്. 3000 രൂപ മുതൽ 25,000 രൂപ വരെ വിലയുള്ള പൗട്ടർ പ്രാവുകളെ വിപണിയിൽ ലഭ്യമാണ്. പ്രാവുകളെ വെച്ച് മത്സരങ്ങളും മറ്റും നടത്തുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. മത്സരത്തിനുള്ള പ്രാവുകളെല്ലാം ഒരേ സമയം മുകളിലോട്ട് പറത്തിവിട്ട് ഏറ്റവും അവസാനം താഴെ ഇറങ്ങുന്ന പ്രാവ് വിജയിക്കുന്നു. ഇങ്ങനെയാണ് പ്രാവുകളുടെ മത്സരം. ഡോവ്, പീജീൻ എന്നിങ്ങനെയാണ് പ്രാവുകൾ അറിയപ്പെടുന്നത്. വീടുകളിലും പട്ടണങ്ങളിലും ഒക്കെ കണ്ടുവരുന്ന പ്രാവുകളെ മാടപ്രാവുകളെന്നും കാടുകളിൽ കാണുന്നതിന് പച്ചപ്രാവ്, മലപ്രാവ് എന്നൊക്കെയാണ് വിളിക്കാറ്. അരിപ്രാവ് എന്ന് കേൾക്കാത്തവർ ചുരുക്കമായിരിക്കും. അമ്പലപ്രാവിനേക്കാൾ വലിപ്പം കുറഞ്ഞ ഒരിനം പ്രാവാണിവ. കേരളത്തിൽ സർവ്വസാധാരണമായി ഇവയെ കണ്ടുവരുന്നു. ഇവയുടെ ശാസ്ത്രനാമം സ്ട്രെപ്റ്റോപിലിയ സ്ട്രെയിനൻസിസ് എന്നാണ്. കുട്ടത്തിപ്രാവ്, മണിപ്രാവ് എന്നിങ്ങനെ പേരുകളിലും ഇവ അറിയപ്പെടുന്നു. ഇവയുടെ പുറത്തും മറ്റുമുള്ള വെള്ളപ്പുള്ളികൾ അരി വിതറിയതുപോലെ തോന്നുന്നത് കൊണ്ടാണ് ഇവയെ അങ്ങനെ വിളിക്കുന്നത്. പുറവും ചിറവുകളുടെ മുൻപകുതിയും തവിട്ട് നിറവും. ഇതിൽ ഇളം തവിട്ട് നിറത്തിൽ നിരവധി പട്ടപ്പുള്ളികളും തലയ്ക്കും കഴുത്തിനും ചാര നിറവും പിൻകഴുത്തിലും പുറകിലും കറുപ്പിൽ വെള്ളപ്പുള്ളിയുമെല്ലാം ഇവയുടെ പ്രത്യേകതയാണ്. ഇളം വനങ്ങളിലും നഗരങ്ങളിലും പൂന്തോട്ടങ്ങളിലും ഇവയെ കാണാം. പ്രാവുകൾ കൂട്ടമായി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ഉയരമുള്ള കെട്ടിടങ്ങളിലും ആളൊഴിഞ്ഞ സ്ഥലങ്ങളിലും മറ്റുമാണ് ഇവ കൂടുതലായും കൂടുകൂട്ടാറ്. മാടപ്രാവുകൾക്ക് നീല കലർന്ന ചാര നിറമാണ്. കഴുത്തിലും മാറത്തും അവിടെയായി ഊദ, ചുവപ്പ്, പച്ച എന്നീ നിറങ്ങളിലുള്ള തൂവലുകളും കാണാം. മാടപ്രാവ് അഥവാ അമ്പലപ്രാവ് വളർത്തു പക്ഷികളായാണ് ഇവയെ കണക്കാക്കുന്നത്. ശ്രീലങ്ക, മ്യാൻമാർ എന്നിവിടങ്ങളിലും ഇന്ത്യയിലെ ആസാമിലും കേരളത്തിലും സർവ്വസാധാരണയായി ഇവയെ കണ്ടുവരുന്നു. അമ്പലങ്ങൾ, പള്ളികൾ, പഴയ മാളിക വീടുകൾ, കോട്ടകൾ എന്നിവിടങ്ങളിൽ കൂട്ടമായി കൂടുകെട്ടി താമസിക്കുന്ന ഇവയെ പട്ടണങ്ങളിലും മറ്റും കണ്ടുവരാറുണ്ട്. തുറന്ന പറമ്പുകളിലും വിളവെടുപ്പ് കഴിഞ്ഞ പാടങ്ങളിലും മറ്റും വൻ കൂട്ടങ്ങളായി തന്നെ ഇവ ആഹാരം തേടി ഇറങ്ങാറുണ്ട്. കുളങ്ങളിലും പുഴകളിലും ഇറങ്ങി വെള്ളം കുടിക്കുന്ന ശീലമുള്ള ഇവർ വേനൽക്കാലത്ത് പുഴയിലും മറ്റും ഇറങ്ങി കുളിക്കാറുമുണ്ട്. മാടപ്രാവുകൾക്ക് കൂടുവെക്കുന്നതിനും പ്രജനനത്തിനും പ്രത്യേക കാലമൊന്നുമില്ല. ഉണക്കച്ചില്ലകളും വൈക്കോലും മറ്റും ശേഖരിച്ച് പ്രത്യേക ആകൃതിയൊന്നുമില്ലാതെയാണ് ഇവർ കൂടൊരുക്കാറ്. ഇവ ആണ്ടിൽ 3-4 തവണ മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ വിരിയിക്കാറുണ്ട്. ഇവയുടെ മുട്ടകൾ തൂവെള്ളയായാണ് കാണാറ്. ഇവ വിരിയാൻ 2 ആഴ്ചയോളം സമയമെടുക്കാറുണ്ട്. പാൽ ചുരുത്താൻ കഴിവുള്ളവയാണ് പ്രാവുകളെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ആൺപെൺ പ്രാവുകളെ തൊണ്ടയിലൊരു ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ധാന്യപ്പാൽ അഥവാ ക്രോപ്പ് മിൽക്ക് ഇവ കുഞ്ഞുങ്ങൾക്ക് ആഹാരമായി നൽകുന്നു. കൂട്ടിലും മറ്റും വളർത്തുന്ന പ്രാവുകളും കാട്ടിലും വീട്ടിലും കഴിയുന്ന പ്രാവുകൾക്കും ആയുസ് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. കാട്ടുനഗര പ്രാവുകൾ ഏകദേശം 2-3 വർഷം മാത്രം ജീവിക്കുമ്പോൾ ഫാമിലും മറ്റും വളർത്തുന്ന പ്രാവുകൾ നല്ല പരിചരണവും സംരക്ഷണവും എല്ലാം കിട്ടുന്നത് കൊണ്ട് തന്നെ 15 വർഷത്തോളം ഇവ ജീവിക്കാറുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.